ഗുഡ് മോർണിംഗ് ഓൾ. ഇപ്പോൾ യാത്രയിലാണ്. യാത്രയിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പാലക്കാട് നിന്ന് രാത്രിയിൽ കൊച്ചിക്ക് പോയിരുന്നു. കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ തിരിച്ച് വരുന്ന വഴിയാണ്. അപ്പം വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ഞാൻ ഓപ്പണിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. രാവിലത്തെ സിറ്റുവേഷൻ മാത്രമാണ് നോക്കുന്നത്. ബാക്കിയെല്ലാം ഞാനൊരു 12 മണിക്ക് ശേഷം വീണ്ടും ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് സിറ്റുവേഷൻ അനുകൂലമാണെങ്കിൽ ലൈവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കാരണം ലൈവ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ആയി. അപ്പം യൂട്യൂബ് ലൈവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ലൈവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഒരു 12 മണിക്ക് ശേഷം. അപ്പോഴത്തേക്കും ഞാൻ തിരിച്ചെത്തുള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കാം. കഴിഞ്ഞ ദിവസത്തെ ട്രേഡ് ഏകദേശം 6000 ലോസിൽ നിൽക്കുന്നു. അപ്പോൾ മാർക്കറ്റ് 80 പോയിൻ്റ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് മാർക്കറ്റ് കണ്ടീഷൻ വെച്ച്. പക്ഷേ അല്ല, 14 പോയിൻ്റേ ആയുള്ളൂ. 14-15 പോയിൻ്റേ ആയുള്ളൂ. ഓക്കെ, നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നെങ്കിൽ എൻ്റെത് ഓപ്പണിങ്ങിൽ തന്നെ നല്ലൊരു ക്ലോസിങ് വന്നേനെ. പക്ഷേ അതുണ്ടായില്ല. നോക്കാം. അതെ, എൻ്റെ JSW എനർജി ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ നിൽക്കുന്നു. 320 പ്രോഫിറ്റ്. അതെപ്പോഴും ഓപ്പൺ ചെയ്യുമ്പോൾ 320-500 പ്രോഫിറ്റ് കാണിക്കും. പക്ഷേ പിന്നീട് അത് 750-600 ലോസിൽ പോകും. ഭാരതി എയർടെലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഓക്കെ നോക്കാം. ഏഷ്യൻ പെയിൻറ്റ് 2419. ഓക്കെ, അതാണ് ഹൈയിൽ നിൽക്കുന്നത്. ബാക്കി ശ്രീറാം ഫിനാൻസ് ഒക്കെ കഴിഞ്ഞ ദിവസം ലോസിൽ നിന്ന് ഇച്ചിരി റിക്കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കി എല്ലാം ഓക്കെ. ഭൂരിപക്ഷം സ്റ്റോക്കും പച്ച കളറിൽ നിൽക്കുന്നുണ്ട്. ഭാരതി എയർടെൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. അപ്പം ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്കൊരു ഇച്ചിരി ലോസ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയതുകൊണ്ട് ലോസ് വരാൻ സാധ്യതയുണ്ട്. കാരണം 2 ദിവസത്തെ പ്രീമിയം DK അഫക്റ്റ് ചെയ്യുന്നതാണ്. പ്രശ്നമില്ല, നോക്കാം. ഫ്ലാറ്റ് ഓപ്പണിംഗ് എപ്പോഴും ഒരു ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ് തരുന്നതാണ്. കാരണം അത് കഴിഞ്ഞ് അത് മേളിലോട്ട് പോവുമോ താഴോട്ട് പോകുമോ എന്നറിയില്ല. അതുകൊണ്ട് അപ്പം മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. പക്ഷേ എങ്കിലും ഞാനൊരു ഡൗൺ ആണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം. മാർക്കറ്റ് മൊത്തത്തിൽ ഒരു ഡൗൺ, കുറച്ച് കറക്ഷൻ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം വെള്ളിയാഴ്ച നല്ല ഒരു ഷോർട്ട് കവറിങ് മൂലം നല്ല ഒരു ഇതിൽ മാർക്കറ്റ് ഹൈയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഡൗണിൽ വരാനുള്ള ഒരു കുറച്ച് പ്രോഫിറ്റ് ബുക്കിങ്ങോ ഒക്കെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഭാരതി എയർടെലിലും സെയിം ഞാൻ പ്രതീക്ഷിക്കുന്നു. കുറച്ച് ഡൗൺ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഓപ്ഷൻ്റെ അവസ്ഥയൊന്ന് നോക്കാം. ഇപ്പോൾ ഓക്കെ, 1680 എന്ന് പറയുന്നത് 24.85. ഓക്കെ, 20 രൂപ കുറഞ്ഞാൽ എൻ്റെത് 35.35 നോക്കട്ടെ. അതെ, ഓക്കെ. അപ്പം ഓപ്ഷൻ ചെയിനിൽ നോക്കുമ്പോൾ 24.85 അത് 20 രൂപ കുറഞ്ഞാൽ, അതായത് 1% കുറഞ്ഞാൽ 35.35 എത്തും. ഓക്കെ, അപ്പോൾ എൻ്റെ ആവറേജ് ഉള്ളത് ചെയ്തിരിക്കുന്നത് ഞാൻ 3 ലോട്ടിൽ ഓക്കെ 29 ആവറേജ് നിൽക്കുന്നത്. ഞാനപ്പോൾ എന്തായാലും ഒരു ടാർജറ്റ് ഇട്ട് വയ്ക്കാം. ടാർജറ്റ് ഞാൻ അധികമൊന്നും ആഗ്രഹിക്കുന്നില്ല. ഒരു 35-20 രൂപ കുറയുമെന്ന പ്രതീക്ഷയിൽ. അതിനുശേഷം അത് ചിലപ്പം തിരിച്ചു പോയേക്കാം. പക്ഷേ 20 രൂപ കുറയുമെന്ന പ്രതീക്ഷയിൽ ഞാൻ 35 ഇട്ട് വെക്കുന്നു. 35 ടാർജറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അല്പസമയം വാച്ച് ചെയ്യാം. എന്നിട്ട് ഞാൻ പിന്നെ ഒരു 12 മണിയാകുമ്പോൾ അടുത്ത വീഡിയോ ഇടാനാവുകയുള്ളൂ. അപ്പോഴേ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാവൽ ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ.
വെൽക്കം ബാക്ക്. പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 12 മണിക്ക് ലൈവ് വരാം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ 12 മണിക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല. കാരണം ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് എനിക്ക് സമയത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല വൈഫിന് പാലക്കാട് ലുലുന്ന് എന്തോ ഷോപ്പിംഗ് ചെയ്യണം. അപ്പോൾ പിന്നെ ഞാനിപ്പം പാലക്കാട് ലുലുവിലാണ്. ചില സമയത്ത് നമുക്ക് ഷെയർ മാർക്കറ്റിനേക്കാളും പൈസയേക്കാളും ഒക്കെ വലുത് മനസ്സമാധാനമാണ്. അതുകൊണ്ട് വൈഫിൻ്റെ വാക്ക് കേട്ട് ഇപ്പോൾ ലുലുവിലാണ്. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓക്കെ നിങ്ങൾക്ക് കാണാം. എൻ്റെ പ്രോഫിറ്റ് 2764, 36ാമത്തെ ട്രേഡാണ് നമ്മൾ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യുന്നത്. അപ്പം ആ ഷെയർ നിങ്ങൾക്ക് കാണാം. ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം ഒരു 20 രൂപയിൽ കൂടുതൽ 20 രൂപയോളം അത് ഡൗൺ ആയി 1% മേളിൽ. അപ്പം നല്ല ഒരു ഡൗൺ മൂവ്മെൻറ്റാണ്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ നല്ല ഒരു ഡൗൺ മൂവ്മെൻറ്റ് തന്നെയാണ് ഉണ്ടായത്. ഇനിയും അത് ഡൗണിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനൊരു 1650 വരെയൊക്കെ മിനിമം പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. പക്ഷേ ഞാനത് ഇറങ്ങി. ഞാൻ ടാർഗറ്റ് വെച്ചത് നിങ്ങൾക്ക് അറിയാം. ടാർഗറ്റ് വെച്ചത് ഞാൻ 35 പക്ഷേ ഞാൻ 31 ഇറങ്ങി. അതിന് കാരണം ഞാൻ ടാർഗറ്റ് 35 വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പം ഓരോ സിഗ്നലും ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് ഓരോ സിഗ്നലും എത്തുമ്പോൾ ഞാൻ എടുത്തു നോക്കുന്നുണ്ട്. അപ്പോഴെല്ലാം കാണാം ഒരു 2000 പ്രോഫിറ്റിന് അടുത്ത് വന്നു. ഏകദേശം 4 പ്രാവശ്യത്തോളം 2000 പ്രോഫിറ്റിന് അടുത്ത് വന്നു. പക്ഷേ എന്നിട്ട് അവിടെ നിന്ന് അത് റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ചു പോയി. അപ്പം റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ചു പോയപ്പം പിന്നീട് ഒരു 4000-5000 ലോസിൽ വരെ അത് എത്തിച്ചേർന്നിരുന്നു. അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നറിയില്ല. നോക്കട്ടെ. ഇവിടുത്തെ ആ ക്യാൻഡിലിൻ്റെ ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം. ലാഭത്തിലെത്തുക, 2000 ലാഭത്തിലെത്തുക, പിന്നെ അതിൽ 4000 ലോസിൽ പോവുക. അങ്ങനെ കുറച്ച് നേരം അതൊരു 4 പ്രാവശ്യം 2000 വന്നു. അപ്പം ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കരുതി ഓക്കെ ഇനിയും താഴെ വരും. പക്ഷേ അത് താഴെ വന്നില്ല ആ സമയത്തൊന്നും. പക്ഷേ താഴെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എങ്കിലും ഞാനത് കണ്ട സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ടാർഗറ്റ് ചിലപ്പം നമ്മൾ 5, 10, 20, 25 ഒക്കെ വെച്ചേക്കാം. പക്ഷേ ഞാൻ എപ്പോഴെങ്കിലും കാണുന്ന അവസരത്തിൽ എനിക്ക് നല്ല പ്രോഫിറ്റ്, അതായത് ഒരു 1500, 2000 മേളിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ഞാൻ അപ്പോൾ അവിടെ എക്സിറ്റ് ചെയ്യും. അതിപ്പോൾ എത്ര അനുകൂലമാണെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ വെച്ച് കണ്ടാൽ അത് എക്സിറ്റ് ചെയ്യും നോർമലായിട്ട്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം അവിടെ ഞാൻ കണ്ടു ഏകദേശം 2700 പ്രോഫിറ്റ്. ഞാൻ അവിടെ അങ്ങ് എക്സിറ്റ് ചെയ്തു. കാരണം തിമിംഗലം കിട്ടുമെന്ന് കരുതി വെയിറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണല്ലോ കയ്യിൽ കിട്ടിയ കൊമ്പനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ദുഃഖിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ട്രേഡ് അവിടെ എക്സിറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിനുശേഷം ആ ട്രേഡ് 31.60 വരെ പോയി. ഞാൻ 31 എക്സിറ്റ് ചെയ്തിരിക്കുന്നത്. 2764 ഇപ്പം ഇത് എൻ്റെ 36ാമത്തെ ട്രേഡാണ്. 36ാമത്തെ ട്രേഡ് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് വിത്തൗട്ട് ലോസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ സന്തോഷ വാർത്ത പറഞ്ഞിരുന്നു, ലൈവ് ചെയ്യാനുള്ള അനുമതി അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനങ്ങ് ലൈവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ തൊട്ടാവട്ടെ. കാരണം ഇന്നിനിയിപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്. ഇന്നിനി എന്തായാലും പറ്റില്ല. വീട്ടിൽ ചെന്നാലും ഉടനെ തന്നെ ലൈവ് പോകുക എന്നുള്ളത് ഈസി അല്ല. കാരണം മാർക്കറ്റ് ഓൾമോസ്റ്റ് ക്ലോസിങ് ടൈം ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ട്രേഡ് എടുത്ത് റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് അപ്പിലോ ഡൗണിലോ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും അപ്പോ ഡൗണോ ഒക്കെ ഉള്ളത് എടുത്തിട്ട് ഞാനത് ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്യുമ്പം നാളത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. കാരണം നാളെ എനിക്കൊരു ടൈം വർക്ക് ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. അപ്പോൾ റിസ്ക്കാണ്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ട്രേഡുകൾ 85,000 രൂപ. ഇത് ഇന്നലെ 15-ാം തീയതി വരെയുള്ളതാണ്. ഇതിപ്പം ഇന്നത്തെ ട്രേഡ് വന്നിട്ടില്ല. 85,000 രൂപ പ്രോഫിറ്റ് നവംബർ 1 മുതൽ എല്ലാം നിങ്ങൾക്ക്
വ്യക്തമായി കാണാവുന്നതാണ് എല്ലാ ട്രേഡും. അതുകൂടാതെ ഇന്നത്തെ ട്രേഡും. അപ്പം 36 ട്രേഡ് ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് വേണമെങ്കിൽ നാളെ രാവിലെ തൊട്ട് ലൈവ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താവും, സക്സസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അതോ എന്നെ ഒരു ലോസ് വിഴുങ്ങുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം, ഇച്ചിരി ഡൗണിലേക്ക് വന്നിട്ടുണ്ട്. കാരണം നല്ല ബുൾ റൺ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അതുകൊണ്ടാണ് ഇന്ന് ഒരു ഡൗണിലേക്ക് പോയത്. ഭാരതി എയർടെൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അത് അങ്ങനെ തന്നെയാണ് അവരുടെ ഒരിത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു ട്രെൻഡ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ കോൺഫിഡൻസിലാണ് ഞാൻ ഈ ട്രേഡ് എടുത്തതും. കാരണം നിങ്ങൾക്ക് കാണാം, അതുകൊണ്ടോ ഏകദേശം ഒരു പകുതിയോടടുപ്പിച്ച് വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 1650 വരെ വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം മാർക്കറ്റ് എപ്പോഴും ഹൈയിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കില്ല, അത് ഒന്ന് റീടെസ്റ്റ് ചെയ്യും. ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം മേളിലോട്ടും താഴോട്ടും. അപ്പം സി എടുത്താലും പി എടുത്താലും നമുക്ക് പ്രോഫിറ്റ് സാധ്യതകളുണ്ട്. പക്ഷെ അത് നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നു, നമ്മളെങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഷോർട്ടാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ലൈവിൽ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.